പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ പൂനനുറും വിരതേടൽ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ പൂനനുറും വിരതേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം. സഹൃദരായ കോരത്തോട് നിവാസികളെ, പ്രിയപ്പെട്ടവരെ, സമകാലിക കേരളത്തിന്റെ ദാരുണമായിരിക്കുന്ന സംഭവങ്ങളെ കവിതാരൂപത്തിൽ അവതരിപ്പിക്കുന്ന കണ്ണാടി എന്ന കവിതാഭാഗത്തിലെ പ്രസിദ്ധമായ ചില വരികളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടത്. ശ്രീ മുരുകൻ കാട്ടാക്കട എന്ന കാലിക പ്രസക്തിയായ വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന കവി സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വത്തെയും ഉച്ചനീചത്വങ്ങളെയും വിധ്വംസ പ്രവർത്തനങ്ങളെയും കവിതാ സമാഹാരത്തിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനത്തെ ബോധവൽക്കരിക്കുന്നത് തൻ്റെ സാധാരണ ഒരു സംഭവമാണ്. നമ്മുടെ സാമൂഹിക കേരളത്തിൻ്റെ, സാംസ്കാരിക കേരളത്തിൻ്റെ, വിദ്യാഭ്യാസ കേരളത്തിൻ്റെ ദാരുണമായിരിക്കുന്ന മൂല്യച്യുതികൾ സംഭവിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെ, TV വാർത്തകളിൽ കൂടെ നമ്മൾ കാണാറും കേൾക്കാറുമുണ്ട്. ലഹരിയുടെ മായികമായിരിക്കുന്ന കുത്തൊഴുക്കിൽപ്പെട്ട് അതിൽ അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന നമ്മുടെ യുവതലമുറകൾ, വടിയും വാളും വെല്ലുവിളികളുമായി തെരുവിൽ ഉറഞ്ഞു തുള്ളുന്ന നമ്മുടെ നാളെയുടെ വരദാനങ്ങൾ, കുടുംബക്കോടതികൾ കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കപ്പെടുകയാണ്. അഡിക്ഷൻ സെന്ററുകളും കൗൺസിലിംഗ് സെന്ററുകളും നമ്മുടെ നാട്ടിൽ ധാരാളമായി ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ലഹരിയുടെ ഒരു വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം. ഇത്തരത്തിൽ തകർന്നടിയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ദാരുണമായിരിക്കുന്ന ഈ സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആ കാലിക പ്രസക്തമായ, ചരിത്ര പ്രസിദ്ധമായ അവസ്ഥകളിലേക്ക് വരണമെന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ബൈബിളിനെ കേന്ദ്രീകരിച്ചും വിശേഷിച്ച് തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്ന ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായിരിക്കുന്ന ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റും വിളംബരം കൂട്ടായ്മ പെരുമ്പാവൂരിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ കേരളിക്ക് സുപരിചിതനായ അനുഗ്രഹീതനായ ഗായകൻ ശ്രീ ബെന്നി പുതുപ്പള്ളി ആലപിക്കുന്ന മനോഹരമായിരിക്കുന്ന ഗാനാലാപനത്തോടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് ഇത്തരത്തിലുള്ള പ്രഭാഷണ പരമ്പരകൾ കൊണ്ട് നൂറുകണക്കിന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴി നടത്തിയ അനുഗ്രഹീത പ്രഭാഷകൻ ശ്രീ ജോമോൻ ജോസഫ് ആണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സദയം ഈ നാട്ടിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും, വാഹന തൊഴിലാളികളെയും, ദേശവാസികളെയും, വഴിയാത്രികരെയും, ബഹുജനങ്ങളെയും സുസ്വാഗതം ചെയ്തുകൊണ്ട് ദർശനം നൽകണേ മിശിഹായ എന്ന മനോഹരമായ ഗാനത്തിൻ്റെ ആലാപനത്തോടെ ഈ പ്രോഗ്രാം അവർ ആരംഭിക്കുന്നു. ശ്രീ ബെന്നി പുതുപ്പള്ളി ഗാനം ആലപിക്കുക.
ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാവമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നെ എന്നും കാക്കും തിരുസുധനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരവിന്നു തന്നീടണേ. ഗഗരി ഗഗരി സദാ സഗാരി ഗരി നിധ ദദ ദദ ഗരി പഗ ദരി സഗരി ദദ പദസ. രാവും പകലും നിൻഹിതമോടു ഞാൻ തേനിൻ ശ്രുതിയോടെ ഗീതം പാടിടുമേ. രാഗതാള ഭാവതാള ലയമോടെ ലയമോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. പാരിൽ നമുക്കായി ദൈവസുധനായി, പാരിൽ നമുക്കായി ദൈവസുധനായി പാരം കനിവോടെ കനിവോടെ വന്നു വസിപ്പൂ നീ. പാപം പോകും ദിവ്യമീശൻ കനിവോടെ കനിവോടെ.
ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും കരുവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നെയെന്നും കാക്കും തിരുസുധനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പര. ലോകചരിത്രത്തിന്റെ സാമൂഹിക അവസ്ഥകളെ മാറ്റിമറിച്ച ഉഴുതുമറിച്ച മഹത്തായിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് വിശുദ്ധ ബൈബിളിൽ. മത്തായി എന്ന് പറയുന്ന സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നതായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആധുനിക ലോകത്തിന്റെ ബൂർഷ്വാ ഭരണത്തിനെതിരെ, ഫാസിസ്റ്റ് വ്യവസ്ഥകൾക്കെതിരെ, വർഗരഹിത സമൂഹത്തെ പടുത്തുയർത്തുവാൻ, തൊഴിലാളി മുതലാള വർഗത്തിന്റെ അവസ്ഥകളെ വിഭാഗിച്ചുകൊണ്ട് സമത്വസുന്ദരമായിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥകൾ സ്ഥാപിക്കുവാൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അടിത്തറപാകിയ മഹത്തായിരിക്കുന്ന ഒരു ആഹ്വാനം, വളരെ പ്രസക്തമായിരിക്കുന്ന ആഹ്വാനത്തിന് തുടക്കം കുറിച്ചത് പാലസ്തീൻ്റെ പുണ്യമണ്ണിലായിരുന്നു. അത് വിളിച്ചു പറഞ്ഞതാകട്ടെ യേശുക്രിസ്തു എന്ന് പറയുന്ന പുണ്യ അവതാരം. മനുഷ്യജീവിതത്തിൻ്റെ ശാപമായി നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നിരാശയും ഭയവും എന്നുള്ളത്. നിരാശയും ഭയവും അലട്ടുന്നതായിരിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വിമോചകനായി, സംരക്ഷകനായി, സ്നേഹത്തിൻ്റെ മതിൽക്കെട്ടുകൾ തീർക്കുവാൻ ഞാൻ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ഇരുകരവും നീട്ടിപ്പിടിച്ച് സർവ്വജനത്തെയും മാറോട് ചേർത്ത അരിമനാഥൻ്റെ സ്നേഹത്തിൻ്റെ സംഗീതം. ദുഃഖിതരെ, പീഡിതരെ, നിങ്ങൾ കൂടെ വരൂ. നിർധനരെ, മതതരെ, നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യം, സ്വർഗരാജ്യം, സ്വർഗരാജ്യം. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ആ ഗാനം ഇവിടെ വീണ്ടും അതേ രാഗതാളലയത്തിൽ ശ്രീ ബെന്നി പുതുപ്പള്ളി ആലപിക്കുന്നു. വീണ്ടും കേൾവിക്കായി മാന്യ ശ്രോതാക്കളെ ഈ ഗാന ആലാപനത്തിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ദുഃഖിതരെ, പീഡിതരെ, നിങ്ങൾ കൂടെ വരൂ. നിർധനരെ, മർദ്ദിതരെ, നിങ്ങൾ കൂടെ വരൂ. ദുഃഖിതരെ, പീഡിതരെ, നിങ്ങൾ കൂടെ വരൂ. നിർധനരെ, മർദ്ദിതരെ, നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്കു സ്വർഗരാജ്യം, സ്വർഗരാജ്യം. ബേത്ലഹേമിൻ ദീപമേ, ദൈവരാജ്യത്തിൻ സ്വപ്നമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ഇസ്രായേലിൻ നായക, വിശ്വസ്നേഹത്തിൻ ഗായക, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. സ്ഥിരരെ, നിരാശ്രയരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ. നിന്ദിതരെ, നിരാശ്രയരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ കൂടാരങ്ങൾ നിങ്ങൾ
ഞങ്ങൾക്കു സമാധാനം സമാധാനം. ഗലീലിയായിലെ ശബ്ദമേ, ഗത്സമേലിൻ ദിവ്യ ദുഃഖമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. കാൽവരി ചൂടിയ രക്തമേ, ഗൊൽഗോഥാമലയിലെ ദാഹമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ദേശനിവാസികൾക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അറിയിക്കട്ടെ. ഇപ്രകാരമുള്ള ഒരു സന്ദേശ പരിപാടിയുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും എൻ്റെ സഹപ്രവർത്തകൻ ഇവിടെ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് കാലത്ത് മുണ്ടക്കയത്തു നിന്ന് ആരംഭിച്ച സാമൂഹിക തിന്മകൾക്കെതിരെ നടത്തിവരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് ഈ കോരുത്തോട് ജംഗ്ഷനിലും എത്തി നിൽക്കുന്നത്. തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റ് വാഴൂർ സെക്ഷൻ്റെയും കഴിഞ്ഞ നാളുകളായി വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന പെരുമ്പാവൂർ വിളംബരം കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ മേഖലയിൽ നടത്തി വന്നിരിക്കുന്ന ഈ ബോധവൽക്കരണ സന്ദേശ പരിപാടിയിൽ ഈ ദേശത്തും കടന്നു വരുവാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിക്കപ്പെട്ട അവസരത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ നാടും നാട്ടുകാരും പ്രബുദ്ധരായ നല്ലവരായ ദേശനിവാസികളും ഇന്നലകളിൽ നൽകി തന്നിട്ടുള്ള ഊഷ്മളമായ പിന്തുണയ്ക്കും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഹൃദയമൊഴിയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിലെ അല്പസമയം കൂടെ ഈ പ്രോഗ്രാം ശ്രമിക്കുന്നതിന് വേണ്ടി വളരെ വിനയത്തോടും വളരെ സ്നേഹത്തോടും കൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. വളരെ ഭീതിജനകമായ സാഹചര്യത്തിലൂടെ സാംസ്കാരിക കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ കവി പാടി. ഒരു ഭാരതീയനായി ജനിച്ചതിൽ ജീവിക്കുന്നതിലേറെ സന്തോഷം. മറ്റിതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലകളിലുമൊക്കെ ഒട്ടനവധി മുന്നേറ്റം കൈവരിക്കുവാനായിട്ട് നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നാട് മാറി മാറി ഭരിച്ച ഏതെങ്കിലും നാട്ടുരാജാക്കന്മാരോ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരോ ഏതെങ്കിലും സാംസ്കാരിക പ്രമുഖരോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ ഏതെങ്കിലും മതത്തിൻ്റെ നേതാക്കന്മാരോ ഒന്നുമല്ല നമ്മുടെ നാടിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള വിശേഷണം നൽകിയത്. നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്ന വിദേശ ടൂറിസ്റ്റുകൾ അവരിവിടുത്തെ കുന്നുകളും താഴ്വരകളും ഇവിടുത്തെ മലകളും ഇവിടുത്തെ പർവ്വത നിരകളും പച്ചവിരിച്ച പാലക്കാടൻ വയലോലയും പൊന്നണിഞ്ഞ കുട്ടനാടൻ പാടശേഖരവും ഒക്കെ കണ്ടനന്തരം അവർക്ക് കൈവശം എഴുതുവാനായി ലഭിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് അവരിവിടുത്തെ പാറകളിലും മരങ്ങളിലും വഴിയോരങ്ങളിലും അവർ എഴുതി വെച്ചു, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന്. എന്നെ കേൾക്കുന്ന പ്രബുദ്ധനായ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടും ടൂറിസം മേഖലകളിൽ ഒട്ടനവധി മുന്നേറ്റങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടും സാക്ഷരതയിലും ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ മറ്റിതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഒട്ടനവധി മുന്നേറ്റം കൈവരിച്ചു നിൽക്കുന്ന പോലെയുള്ള
കോവിഡ് പോലെയുള്ള കേരളം ലഹരിക്കണിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ നിയമങ്ങൾക്കോ ഇവിടുത്തെ നിയമപാലകർക്കോ ഇവിടുത്തെ ആധ്യാത്മിക ആചാര്യന്മാർക്കോ ഇവിടുത്തെ ഗുരുക്കന്മാർക്കോ ഒന്നും നേർവഴിക്ക് നടത്തുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കൗമാര കേരളം കൈമോശം വന്നിരിക്കുകയാണ്. കലാലയങ്ങൾ ലഹരി മാഫിയയുടെ കരങ്ങളിൽ അമർന്നിരിക്കുന്ന ഭീതി ഉളവാക്കുന്ന സാഹചര്യം സാംസ്കാരിക കേരളത്തിനകത്ത് നിലകൊള്ളുകയാണ്. ഇന്ന് പകലിലെ പഠനമൊക്കെ അവസാനിച്ച് എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ കുഞ്ഞുങ്ങളോടും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പറയുവാനായിട്ടുള്ളത്, കലാലയങ്ങളെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ നാളെയുടെ വാഗ്ദാനമായി തീരേണ്ട നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, നിങ്ങളുടെ ഭാവിയെ ഇല്ലായ്മ ചെയ്യുവാനായി ലഹരി മാഫിയ നമ്മുടെ നാടിനകത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, ലഹരിയിലേക്ക്, സിന്തറ്റിക് ഡ്രഗ്സുകളിലേക്ക് നിങ്ങളെ വലിച്ചടയ്ക്കുന്ന ആ മഹാവിപത്തിൽ നിന്ന്, ആ കഴുകൻ കണ്ണുകളുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതരായി നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ സജ്ജരാകണം. സമൂഹത്തെ നശിപ്പിക്കുന്ന, നാടിനെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന, മാനസിക നിലയെ താറുമാറാക്കുന്ന ഈ വിപത്തിൽ നിന്ന് അത് രക്ഷപ്പെടുവാനായിട്ട് അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക്, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ സമൂഹത്തിൽ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം, ഞങ്ങൾ നാളുകളിൽ ഈ നാടിന്റെ വാഗ്ദാനമാണ്. മാതാപിതാക്കൾക്ക് ആശ്വാസമായി തീരേണ്ട, സമൂഹത്തിന് മാതൃകയായി തീരേണ്ട, ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവോടുകൂടി ലഹരിയുടെ ഘനാളഹസ്തങ്ങളിൽ അമർന്നു പോകാതെ ആ വിപത്തിനെ എന്നേക്കുമായിട്ട് വിടചൊല്ലുവാൻ, അതിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകാതെ അതിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ആർജവമുള്ളവരായിട്ട് യുവചേതന തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ കവലയിൽ സൂചിപ്പിച്ചതുപോലെ അറിയാതെ ലഹരി മാഫിയയുടെ കരങ്ങളിൽ അമർന്നു പോവുകയാണ്. ലഹരി വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് അടിമകളായി തീരരുതെന്നും ഒക്കെ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ വല്ലാത്തൊരു തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ ഏറ്റവും ഭീകരമായിരിക്കുന്ന അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായി യുവചേതന, യുവതലമുറ തീരണം എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സർക്കാർ ലഹരിക്കെതിരെ, നമ്മുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്ന ലഹരി മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരി വിമുക്തമായ ഒരു കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന, ലഹരിക്കെതിരെ നടത്തുന്ന ഏറ്റവും ഫലവത്തായിരിക്കുന്ന പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം ഞങ്ങൾ അഭിനന്ദിക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് ഈ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിപ്ലവ കേരളത്തിന് ജ്വലിക്കുന്ന കണ്ണെന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിലാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ നടത്തി വന്ന ലഹരി വിരുദ്ധ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ കവചം എന്ന പേരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയായിരിക്കുന്ന DYFIയുടെ നേതൃത്വത്തിൽ ഞാൻ പാർക്കുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിൽ അതിശക്തമായിരിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം മുൻപോട്ട് പോകുമ്പോൾ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ക്ഷണിതാവായിട്ട് അവർ നടത്തിയ ഒരു ആലോചനാ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിക്കപ്പെട്ടു. ആ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാനായിരിക്കുന്ന പേരാവൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായിരിക്കുന്ന ആ കണ്ണൂരിലെ ഒരു നേതാവ്, അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം ലഹരി നമ്മുടെ കുരുന്നുകളെ എങ്ങനെ രസിച്ചിരിക്കുന്നു, ലഹരിക്ക് കുരുന്നുകൾ എപ്രകാരം അടിമകളായി തീരുന്നു എന്നുള്ളതിന് ബോധ്യം വരുത്തുന്ന ഒരു അനുഭവം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ആ യോഗത്തിൽ. അതിപ്രകാരമാണ്, അദ്ദേഹം സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ ചില ദിവസങ്ങളായിട്ട് ശാരീരിക പ്രയാസ നിമിത്തം ജോലിക്ക് വരാതായപ്പോൾ തന്റെ സഹപ്രവർത്തകനെ സന്ദർശിക്കുവാനായിട്ട് ഈ അധ്യാപകനും തന്റെ ചില സുഹൃത്തുക്കളും ഈ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നു, ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ മനോഹരമായ വീടും പരിസരവും ക്രമീകരിച്ച് അലങ്കാര സസ്യങ്ങൾ കൊണ്ടും പച്ചക്കറിയൊക്കെ നട്ട് വീടും പരിസരവും വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന തന്റെ സഹപ്രവർത്തകൻ ഈ വീടും പരിസരവും ഇത്ര മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഈ ബാബു എന്ന് പറയുന്ന മാഷ്
തന്റെ സഹപ്രവർത്തകനോട് ചോദിച്ചു, സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിനൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് സമയം ലഭിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തന്നെ ചെയ്യുന്നതല്ല, എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, സാറിനറിയാമല്ലോ, അവനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമാണ്. അവനും ഞാനും കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ വീട്ടിൽ പച്ചക്കറി നടുന്നതും അലങ്കാര സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ഞാനും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനും കൂടെ ചേർന്നാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, ഞങ്ങൾ ഈ മുറ്റത്ത് മാത്രമേ നട്ടിട്ടുള്ളൂ ചെടികൾ. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനുണ്ടല്ലോ, അവൻ മുറ്റത്ത് മാത്രമല്ല അവന്റെ റൂമിന്റെ ഉള്ളിലും ചെടിച്ചട്ടിക്കകത്തും വളരെ മനോഹരമായിരിക്കുന്ന സസ്യങ്ങൾ നട്ടു വളർത്തുന്നവനാ. സസ്യങ്ങളോട്, ചെടികളോട് അവൻ അത്ര സ്നേഹമാണെന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ലഭ്യമായി തീരുന്ന സമയങ്ങളൊക്കെ മൊബൈൽ ഫോണും കൊണ്ടും ലാപ്ടോപ്പ് കൊണ്ടുമൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരുടെ, കുട്ടികളുടെ കാലഘട്ടത്തിൽ സസ്യങ്ങളെ സ്നേഹിക്കുന്ന, ചെടികളെ സ്നേഹിക്കുന്ന, ഔഷധ സസ്യങ്ങളെ, അലങ്കാര സസ്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരനെ കുറിച്ച് കേട്ടപ്പോൾ ഈ അധ്യാപകന് ആവേശം തോന്നി. അവന്റെ ആ റൂം ഒന്ന് കണ്ടു കളയാമെന്ന് തോന്നി. ഉടനെ പറഞ്ഞു, നമുക്ക് അവന്റെ റൂം ഒന്ന് കാണാനായിട്ട് പറ്റുമോ? ഉടനെ ആ പിതാവ് പറഞ്ഞു, അവന്റെ റൂമിലേക്ക് ഞങ്ങളാരും കയറാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ എപ്പോഴും പോകുമ്പോൾ റൂം പൂട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ സാറിനെ ഞാൻ താക്കോലെടുത്ത് തുറന്ന് അവന്റെ റൂം ഒന്ന് കാണിക്കാം, അവൻ അറിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലത്തെ നിലയിൽ 9ാം ക്ലാസ്സുകാരന്റെ റൂം കാണാനായിട്ട് സസ്യങ്ങളെ സ്നേഹിക്കുന്ന ഔഷധ സസ്യങ്ങളെ സ്നേഹിക്കുന്ന, അലങ്കാര സസ്യങ്ങളെ സ്നേഹിക്കുന്ന ഈ 9ാം ക്ലാസ്സുകാരന്റെ റൂം കാണുവാനായിട്ട് തന്റെ സഹപ്രവർത്തകനോടൊപ്പം മുകളിലത്തെ നിലയിലേക്ക് ഇവർ കടന്നുപോയി. റൂം തുറന്നു അകത്തേക്ക് കയറിയപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ജനാലകളൊക്കെ സജ്ജമാക്കി, നല്ല രീതിയിൽ സൂര്യപ്രകാശം റൂമിന്റെ ഉള്ളിൽ കയറുന്ന രീതിയിൽ ഇവൻ റൂം സജ്ജമാക്കിയിരിക്കുകയാണ്. ഒരുപാട് ചെടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ചെടികൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ബാബു മാഷിന്റെ ചെടി കണ്ണിൽ 1-2 ചട്ടികളിൽ നട്ടിരിക്കുന്ന ചെടികൾ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ ചെടികൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ അപകടം അദ്ദേഹത്തിന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, 9ാം ക്ലാസ്സുകാരൻ ഔഷധ സസ്യങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? തന്റെ ബെഡ്റൂമിനകത്ത്, ചെടിച്ചട്ടിക്കകത്ത് 9ാം ക്ലാസ്സുകാരൻ കഞ്ചാവ് നട്ടു വളർത്തുകയാണ്. ഇത് കണ്ടതും അവന്റെ റൂം ആകമാനം പരിശോധിച്ചത് അപകടമാണെന്ന് മനസ്സിലാക്കി അവന്റെ ബെഡൊക്കെ പൊക്കി പരിശോധിച്ചപ്പോൾ ചെറിയ പാക്കറ്റുകളിൽ 9ാം ക്ലാസ്സുകാരൻ കട്ടിലിന്റെ ബെഡിന്റെ അടിയിൽ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്ന ഭീകരമായിരിക്കുന്ന കാഴ്ചകൾക്ക് മാതാപിതാക്കളും സഹപ്രവർത്തകരും സാക്ഷ്യം വഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ മാതാപിതാക്കളെ, ഇപ്രകാരം നമ്മളെ കബളിപ്പിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാ നമ്മൾ ആയിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. വളരെ വിചിത്രമായ രീതിയിൽ, വളരെ തന്ത്രപൂർവം മാതാപിതാക്കളെ കബളിപ്പിച്ച് ലഹരിക്ക് അടിമകളായി മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ പോലും ജീവിതത്തിൽ നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയത്തില്ല. ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ചില നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അത് നിങ്ങളെ ദാരുണമായ, ഏറ്റവും സങ്കടകരമായ അനുഭവത്തിലേക്ക് എത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ വിപത്തിനോട് എന്നേക്കുമായിട്ട് വിട പറയുവാൻ, അതിന്റെ ഭാഗമായി തീരാതിരിക്കുവാൻ, നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളോട് പറയുവാനായിട്ടുള്ളത്, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കണം. കഞ്ചാവ് വീടി വലിക്കുന്ന അപ്പന് കുറ്റി വീടി വലിക്കുന്ന മകനെ ഉപദേശിക്കാൻ ധാർമ്മിക അവകാശമില്ല. ബിവറേജിന്റെ ഔട്ട്ലെറ്റിൽ വൈകുന്നേരം ക്യൂ നിന്ന് മദ്യക്കുപ്പിയുമായി വീട്ടിലേക്ക് വരുന്ന അപ്പന് ബിയർ കുടിക്കുന്ന മകനെ ഉപദേശിക്കുവാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അതുകൊണ്ട് മക്കൾക്ക് മാതൃകയായി തീരുവാൻ മാതാപിതാക്കൾ, അപ്പന്മാർ തയ്യാറാകണമെന്നുള്ള കാര്യം വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വളരെ ഭീഭത്സമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് ഒരുപാട് മുന്നേറ്റങ്ങൾ കൈവരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സാംസ്കാരിക കേരളം ഉയർച്ചയുടെ അല്ലെങ്കിൽ മുന്നേറ്റത്തിന്റെ കോടിയിൽ എത്തി നിൽക്കുന്നുവെന്ന് ആവേശത്തോടെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. മറ്റിതര സംസ്ഥാനങ്ങളിലൊക്കെ വെച്ച് നമ്മുടെ നാട് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് അനുദിനം നമ്മുടെ വീടിന്റെ വരാന്തകളിൽ വന്നു വീഴുന്ന വർത്തമാന പത്രങ്ങളിൽ അക്രമത്തിന്റെയും പീഡനത്തിന്റെയും സ്ഫോടനത്തിന്റെയും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് വർത്തമാന പത്രങ്ങൾ വീടിന്റെ വരാന്തകളിൽ വന്നു വീഴുന്നത്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ദൃശ്യശ്രവണ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുവാൻ, കാണുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ നാട് എത്തി നിൽക്കുകയാണ്. മനുഷ്യൻ
പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ മൂക്കത്ത് കൈവച്ച് അയ്യയ്യേ എന്ന് പറയുന്ന ഏതു ഹീന പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് മനുഷ്യൻ മടിയില്ലാത്തവനായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് അത് മനുഷ്യന് മടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തപ്പെട്ടിരിക്കുകയാണ്. അതൊരു കാലഘട്ടത്തിൽ അത് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ ഭയമുണ്ടായിരുന്നു, അവർക്ക് സമൂഹത്തെ ഭയമുണ്ടായിരുന്നു, തെറ്റുകൾ ചെയ്യുവാനായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ എന്ത് തിന്മയും ചെയ്യുവാനായിട്ട്, എന്ത് പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് മടിയില്ലാത്തവരായിട്ട് നമ്മുടെ തലമുറ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് വിരൽത്തുമ്പിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുവാൻ, ലോകത്തെ മുഴുവൻ കൊണ്ടുവരുവാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോകുവാനായിട്ട് അനന്ത സാധ്യതകൾ നമ്മുടെ തലമുറയുടെ മുൻപിലുള്ളപ്പോൾ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ പ്രിയ സുഹൃത്തുക്കളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ജീവിതത്തെ താറുമാറാക്കി കളയുന്ന, ജീവിതത്തെ ഉന്മൂലനാശം വരുത്തുന്ന വിപത്തുകളിൽ അകപ്പെട്ടു പോകാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ വളരെ വിനയത്തോടെ വാത്സല്യ സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് വർത്തമാന പത്രങ്ങൾ വീടിന്റെ വരാന്തകളിൽ വന്നു വീഴുന്നത്. ഏത് ഹീനപ്രവൃത്തിയും ഏത് നീചപ്രവൃത്തിയും ചെയ്യുവാനായിട്ട് മനുഷ്യൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ഇങ്ങനെ ഒരു കവലയിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മനുഷ്യൻ മൃഗതുല്യനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ രോഷാകുലനായി ഞങ്ങളുടെ അടുക്കേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുമാതിരി അനാവശ്യം നിങ്ങൾ പറയരുത്. മനുഷ്യനെ മൃഗത്തോടാണോ താരതമ്യം ചെയ്യുന്നത്? ഒരു കാരണവശാലും മനുഷ്യനെ മൃഗത്തോട് താരതമ്യം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, മൃഗം പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തികളല്ലേ മനുഷ്യൻ ചെയ്യുന്നത്, പിന്നെ എങ്ങനെ മനുഷ്യനെ മൃഗത്തോട് താരതമ്യം ചെയ്യാതിരിക്കാൻ കഴിയും? വിശുദ്ധ ബൈബിൾ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ ചത്തുപോകുന്ന മൃഗത്തിന് തുല്യനാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുവെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഒരിക്കൽ പോലും അങ്ങനെ പറയരുത്. മനുഷ്യനെ മൃഗത്തോട് താരതമ്യം ചെയ്താൽ മൃഗം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. മനുഷ്യനെ മൃഗത്തോട് താരതമ്യം ചെയ്താൽ മൃഗം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന, അത് മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അത് മനുഷ്യൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുകയാണ്. അരുതേ അരുതേ എന്ന് കാല് പിടിച്ച് കരയുന്നവന്റെയും മുഖമടച്ച് തൊഴിക്കുവാൻ കാൽമുട്ടി ഉയർത്തുന്ന മനുഷ്യരൂപമുള്ള നരാധവന്മാർ അരങ്ങുതറക്കുകയാണ്. മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അന്യോന്യം വെട്ടിക്കൊല്ലുവാൻ, പരിക്കേൽപ്പിക്കുവാനായിട്ട് മനുഷ്യൻ അത് മടിയില്ലാത്തവനായി അത് മാറുകയാണ്. അത് മതത്തിന്റെ പേരിൽ മനുഷ്യന്റെ തലയെറുത്ത് മരങ്ങൾക്ക് വളമാക്കുന്ന മതതീവ്രവാദം ഈ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ നാടിനൊരു മാറ്റം അനിവാര്യമാണ്. മതത്തിന്റെ പേരിൽ അന്യോന്യം വെട്ടിപ്പരിക്കേൽപ്പിക്കുവാനും വെട്ടിക്കൊല്ലുവാനും മടിയില്ലാത്തവനായി മനുഷ്യൻ മാറിയിരിക്കുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ വെട്ടിക്കൊല്ലുവാനായി അത് മടിയില്ലാത്തവനായി അത് മനുഷ്യൻ മാറിയിരിക്കുന്നു. ഏതു ഹീനപ്രവൃത്തിയും ചെയ്യുവാൻ അത് അല്പം പോലും മനസാക്ഷി കുത്തില്ലാത്തവനായി മനുഷ്യൻ മാറിയിരിക്കുകയാണ്. ജന്മം നൽകിയ പിഞ്ചോമനയെ പാറക്കെട്ടിലെറിഞ്ഞ് കൊല്ലുവാനായി മടിയില്ലാത്ത അമ്മമാരുടെ നാടായി ഈ നാട് മാറിയിരിക്കുകയാണ്. അത് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ 6 വയസ്സുള്ള എന്റെ മകൾക്കും 60 വയസ്സുള്ള എന്റെ അമ്മയ്ക്കും ഈ തെരുവിലൂടെ സ്വൈര്യമായി നടക്കുവാൻ കഴിയാത്ത നിലകളിലേക്ക് നമ്മുടെ നാട് എത്തപ്പെട്ടു നിൽക്കുകയാണ്. ജന്മം നൽകിയ മാതാപിതാക്കളോട് നീതി പുലർത്തുവാനായി കഴിയാത്ത മക്കളുള്ള നാടായി ഈ നാട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനായിട്ട് അത് താല്പര്യമില്ലാത്തവരായി, ജീവിതത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെ മാതാപിതാക്കളെ കരുതുവാൻ താല്പര്യമില്ലാത്തവരായി തലമുറ മാറിയിരിക്കുന്ന ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന് കാരണം? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലവയല്ല. സാംസ്കാരിക പ്രമുഖരില്ലാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല, മതങ്ങൾക്കോ പുണ്യസ്ഥലങ്ങൾക്കോ ഇവിടെ ഒരു കുറവുമില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏഴിൽ ആരംഭിച്ച് ഇസഡിൽ അവസാനിക്കുന്ന എല്ലാ അക്ഷരത്തിലും തുടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. എന്നാൽ മതത്തിന്റെ കുറവല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ കുറവല്ല, സാംസ്കാരിക പ്രമുഖരുടെ കുറവല്ല, ആരാധനാലയങ്ങളുടെയോ പുണ്യസ്ഥലങ്ങളുടെയോ കുറവല്ല മനുഷ്യൻ ഇപ്രകാരം ധാർമ്മികമായിട്ട് അധപ്പതിക്കുവാനിടയായിത്തീരുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അതിന്റെയൊക്കെ പിൻപിലെ പ്രധാന കാരണം ലഹരിയാണ്, മദ്യമാണ് എന്നുള്ളതൊരു സംശയമില്ല. ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന പ്രതികളെ പോലീസും കോടതിയും ഒക്കെ മാറി മാറി വിചാരണ നടത്തിയ അനന്തരം പോലീസും കോടതിയും അവസാനം കണ്ടെത്തുന്നു, കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു, കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന എല്ലാ തിന്മകളുടെയും, എല്ലാ കൊലപാതകങ്ങളുടെയും, എല്ലാ പീഡനങ്ങളുടെയും, അക്രമങ്ങളുടെയും പിൻപിലെ വില്ലൻ മദ്യമാണ്, ലഹരിയാണ് എന്നുള്ളതൊരു സംശയമില്ല. അങ്ങനെയെങ്കിൽ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൊടിയുടെ നിറം നോക്കാതെ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമില്ലാതെ ഈ വിപത്ത്
വിപത്തിനെതിരെ, ഈ തിന്മയ്ക്കെതിരെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്നിച്ച് കൈകോർക്കേണ്ട, ഞാനും നിങ്ങളും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണകളും നൽകി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാടിന്റെ യശസ്സിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാം നിൽക്കുന്നില്ലെങ്കിൽ നാളെയുടെ വാഗ്ദാനമായി തീരേണ്ട നമ്മുടെ യുവത്വം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ തലമുറകൾ കൈമോശം വന്നു പോകും. നാളുകളിൽ നമ്മുടെ നാടിനെ നിയന്ത്രിക്കേണ്ട, ഇതിന്റെ ഭരണചക്രം പിടിക്കേണ്ട ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് ലഭ്യമാകത്തില്ല. അവർ ലഹരിക്കും മറ്റു സാമൂഹ്യ തിന്മകളിലും മുഴുകി അത് നാശത്തിലേക്ക് അത് കൂപ്പുകുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാടിനെ നശിപ്പിക്കുന്ന ഈ തിന്മയ്ക്കെതിരെ, ഈ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് പോരാട്ടം നടത്താൻ പ്രിയപ്പെട്ടവര്. മദ്യം നമ്മുടെ നാടിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മദ്യപാനിയുടെ ജീവിതം എത്രയോ അപമാനകരമാണ്. മദ്യം കൊണ്ടുള്ള അതെ നേട്ടങ്ങളും കോട്ടങ്ങളും ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, മദ്യപാനം കൊണ്ട് നന്നായ രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ചുറ്റുപാടുമുണ്ടോ? ഇന്ന വീട്ടിൽ ഇന്ന വ്യക്തി മദ്യപാനം തുടങ്ങിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അവന്റെ മക്കളൊക്കെ ഒരു നല്ല നിലയിലായെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഇല്ലവേ ഇല്ല. കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ തുടർമാനമായി കവലകളിൽ പ്രസംഗിക്കുക. കേരളത്തിന്റെ കവലകളോട് ഞങ്ങൾ മാറി മാറി ചോദിക്കുന്ന ചോദ്യം, മദ്യം കൊണ്ട് നന്നായ ആരെങ്കിലും ഒരൊറ്റ വ്യക്തി എവിടെയെങ്കിലും കാണിച്ചു തരുവാൻ കഴിയുമോ? ഇതുവരെ ആർക്കും ആരെയും എവിടെയും കാണിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മദ്യം കൊണ്ട് ആരും നന്നാകാതിരിക്കുമ്പോൾ, മദ്യം ആരെയും രക്ഷിക്കാതിരിക്കുമ്പോൾ, മദ്യം നാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമ്പോൾ, കുടുംബ തകർച്ചയിലേക്ക്, ആരോഗ്യ പ്രശ്നത്തിലേക്ക്, അതെ നമ്മുടെ നാടിന്റെ തന്നെ ക്രമസമാധാന നിലകളെയൊക്കെ താറുമാറാക്കുന്ന അനുഭവത്തിലേക്ക് ലഹരിയും മദ്യവും നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, മദ്യം നമ്മുടെ നാടിന് അത് മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തിന്മയ്ക്കെതിരെ നാം പോരാട്ടം നടത്തണം. ഇതുകൊണ്ടുള്ള ദോഷങ്ങളെ കുറിച്ച് ബോധവാന്മാരായി, ഇതിനെക്കുറിച്ചുള്ള തിന്മകളെ കുറിച്ച് ബോധവാന്മാരായി അതിനെതിരെ പോരാട്ടം നടത്തുവാൻ, അതിനെ പൂർണ്ണമായി വർജിക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം. ചിലർ പറയും, ഇവിടെ മദ്യത്തിനെതിരെ നിങ്ങൾ പ്രസംഗിക്കുന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങളിത് സർക്കാരിനോട് പറയണം. സർക്കാരല്ലേ ഇവിടെ മദ്യഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്, ഇവിടെ ബിവറേജ് ഉള്ളത് കൊണ്ടല്ലേ വൈകുന്നേരം പണി കഴിയുമ്പോൾ അത് തലയെ തോർത്തിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ലൈനിൽ പോയി നിൽക്കുന്നത്. അപ്പൻ പണി കഴിഞ്ഞിട്ട് തലയെ തോർത്തിട്ടുകൊണ്ട് ബിവറേജ് അവിടെ ക്യൂ നിൽക്കുമ്പോൾ തൊട്ടു പുറകിൽ മോൻ തലയിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അത് ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ സർക്കാർ തുറന്നു വെച്ചേക്കുന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് സർക്കാർ ഇത് പൂട്ടട്ടെ, ഞങ്ങൾ മദ്യപാനം നിർത്താം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർക്കാർ ഇവിടെ മദ്യം നിർത്തിയിട്ട് മദ്യപാനം നിർത്താമെന്ന് ആരും ദിവാസ്വപ്നം കാണണ്ട. നമ്മുടെ സംസ്ഥാനത്തിന് വരുമാനമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മദ്യക്കച്ചവടമാണ്. കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ തലേ ദിവസം ഏകദേശം 159.6 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെട്ടത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പ്രസംഗിച്ച, പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ജനനത്തിന് കേരളത്തിലെ ജനത കുടിച്ചു തീർത്തത് അത് 159 കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സർക്കാർ ഇത് നിരോധിക്കുമെന്ന് നാം സ്വപ്നം കാണേണ്ട. ഞങ്ങൾ പറയുന്നു, നിരോധനമല്ല നമ്മുടെ നാടിന് ആവശ്യം, വർജനമാണ് നമ്മുടെ നാടിന് ആവശ്യം. അത് നമ്മുടെ നാട് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വന്നപ്പോൾ ഒട്ടനവധി സന്നദ്ധ സംഘടനകളുടെയൊക്കെ ശ്രമഫലമായിട്ട്, ഒരുപാട് നിവേദനങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമ്മുടെ സർക്കാർ പുകയില ഉൽപ്പന്നങ്ങളുടെ പാൻ മസാല പോലെയുള്ള, പാൻപരാഗ് പോലെയുള്ള, ഹാൻസ്, അത് ചൈനി, കൈനി, തുളസി പോലെയുള്ള അത് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യമായിട്ടുള്ള വിൽപ്പന,